പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്നീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 2 വിജ്ഞാപനം PSC പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന്റെ ക്വാളിഫിക്കേഷൻ, പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്, സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കാം. 548/2025 ആണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം. നമ്മുടെ പോസ്റ്റിന്റെ പേര് നോക്കിയേ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ അപ്പ് നോക്കിയേ, 31,100 തൊട്ട് 83,000 വരെയാണ്. ഇപ്പം ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. വേക്കൻസി കണ്ട് പേടിക്കേണ്ട, വേക്കൻസി ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. ദെൻ ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇനി ഇത് ആർക്കൊക്കെ അയക്കാം? ഇതിന്റെ ക്വാളിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിനോടൊപ്പം തന്നെ ITA ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഓർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈക്വലന്റ് ഓർ ഹയർ വെച്ചിട്ട് നിങ്ങൾ BTech, ഡിപ്ലോമ, സിവിലും മെക്കാനിക്കലുകാർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി 14/1/2026 ആണ്. പിന്നെ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ അന്നത്തെ കാറ്റഗറി നമ്പർ 485/2020 ആയിരുന്നു. എത്ര പേരാണ് അപ്ലൈ ചെയ്തത്? 41,193 പേരാണ് അന്ന് അപ്ലൈ ചെയ്തിരുന്നത്. പരീക്ഷ നടന്നത് 31/7/2021 നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2022 മെയിൻ ലിസ്റ്റിൽ 598 പേരായിരുന്നു ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് നോക്കി 72.33 ആയിരുന്നു കട്ട് ഓഫ്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 26/7/2025 ഇതുവരെ 503 നിയമനമാണ് നടന്നിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന വേക്കൻസി എല്ലാം നമുക്ക് ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷനിലുള്ള ലിസ്റ്റിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും അതിന്റെ സിലബസിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. അപ്പൊ ഇത് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും അയക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മെക്കാനിക്കലിലെയും സിവിലിലെയും ടോപ്പിക്കുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം സിവിലില് 62 മാർക്കിനാണ് നമ്മൾ സിവിലിലെ പോർഷനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ 62 മാർക്കിനകത്ത് ആദ്യത്തെ 10 മാർക്കിന് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ദെൻ യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ 6 മാർക്ക്, ഓട്ടോ കാഡിന് 8 മാർക്ക്, സർവേയിങ്ങിന് 9 മാർക്ക്, ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 10 മാർക്ക്, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് 10 മാർക്ക്, ദെൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ 9 മാർക്ക്. ഇങ്ങനെ മൊത്തം 62 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് സിവിൽ എഞ്ചിനീയറിംഗ് പോർഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോർഷനിൽ നിന്ന് 38 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഡെവലപ്പ് സർഫസ് ആൻഡ് ഇന്റർ പെനിട്രേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ 5 മാർക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽസ് ആൻഡ് ലോക്കിംഗ് ഡിവൈസ് 8 മാർക്ക്, then pipe joints and riveted joints 5 മാർക്ക്, belt drive and gear drive 7 മാർക്ക്, hydraulics and pneumatics 5 മാർക്ക്, limit fit and tolerance 4 മാർക്ക്, bearings 4 മാർക്ക്. അങ്ങനെ 38 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിന്റെ ഡിസ്കഷൻ പല വീഡിയോകളിലും ഉണ്ടാവുന്നതാണ്. അപ്പൊ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ച കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ടെക്പിഎസ്സിയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ, ഫുൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, ഡൗട്ട് ക്ലിയറൻസ് പ്ലസ് മെന്റർഷിപ്പ്, കോഴ്സ് വാലിഡിറ്റി ടിൽ എക്സാം എന്നിവ അടങ്ങിയ ഈ കോഴ്സിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളെ സ്വപ്ന ജോലി ഉറപ്പിക്കൂ. ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി ജാനുവരി 14 അപ്പൊ അതുവരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ എക്സാമിനുള്ള തയ്യാറെടുപ്പ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിരവധി വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ തയ്യാറെടുപ്പ് ഊർജിതമാക്കുക. ഇനി കോഴ്സ് ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ടെക്പിഎസ്സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.